ആരാധനാലയങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇരിങ്ങാലക്കുട രൂപത പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ യോഗത്തിൽ രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് ആരാധനാലയങ്ങളിൽ വിശ്വാസികളെ പങ്കെടുപ്പിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ഇരിങ്ങാലക്കുട രൂപത പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളും ഹോട്ടലുകളും സാമൂഹ്യ ജീവിതത്തിലെ മറ്റു മേഖലകളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിച്ച സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരുന്നത് അത്യന്തം വേദനാജനകമാണെന്നും മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാകണമെന്നും രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു. ഓരോ ആരാധനാലയത്തിന്റെയും സ്ഥല സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമൂഹിക അകലം പാലിച്ച് കൂടുതൽ വിശ്വാസികൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹോട്ടലുകളും ബാറുകളും ഒക്കെ തുറക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആരാധനാലയങ്ങളിൽ വിശ്വാസി സമൂഹത്തിന് ഒരുമിച്ചുകൂടി ആരാധനയ്ക്ക് വരാനുള്ള വിലക്കുകൾ എന്തുകൊണ്ട് ഇനിയും തുടരുന്നു എന്നുള്ള കാര്യം അത് വിശ്വാസി സമൂഹത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപത പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഈ കാര്യത്തിലുള്ള ഞങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും മുഖ്യമന്ത്രിയോട് എത്രയും പെട്ടെന്ന് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മോൺസിഞ്ഞോർ ജോയി പാലിയക്കര, ഫാദർ ജിനോ മാളക്കാരൻ, ഫാദർ ജോളി വടക്കൻ, ടെൽസൺ കോട്ടോളി, ആനി ഫെയ്ത്ത്, അഡ്വക്കേറ്റ് ജോർഫിൻ പെട്ട, സിസ്റ്റർ ജോസഫൈൻ, ഫാദർ നൌജീൻ, ഫാദർ ജോയി വട്ടോലി എന്നിവർ സംസാരിച്ചു. ഷിക്കന ന്യൂസ്, തൃശൂർ.